മാസപ്പടി കേസ് ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും മാസപ്പടി എന്നൊരു വാർത്ത മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ മാസപ്പടി കേസ്? ആദ്യമേ തന്നെ മാസപ്പടി കേസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിവിധ സഖാക്കൾ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ആദ്യമേ തന്നെ കെ രാഗേഷ് പറഞ്ഞതാണേ, ED റെയ്ഡ് ആസൂത്രിത നീക്കമാണ്, പിണറായി വിജയനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമാണ്, ശക്തമായി നേരിടുമെന്നാണ് പറയുന്നത്. അതൊന്നാമത്തെ കാര്യം. ഇനി 2, P ജയരാജന്റെ വാക്ക്, ED റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനാണ്, CPM തകർക്കാനാണ് ശ്രമം. അല്ലേ? ഈ വീണ വിജയന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ CPM എങ്ങനെയാ തകർക്കാം? CPM ആയിട്ട് വീണ വിജയന് വല്ല ബന്ധമുണ്ടോ? അല്ല, വീണ വിജയന്റെ അച്ഛന് പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നു, അല്ല അതുപോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണെന്ന് പറയും. ഈ വീണ വിജയൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ആണോ, അല്ല സഖാവെ അംഗങ്ങളാണോ? ഒന്നുമല്ല. അപ്പോൾ പിന്നെ ഈ വീണ വിജയനെതിരെ ഒരു എതിർശബ്ദം ഉയരുമ്പോൾ അതെങ്ങനെ CPM തകർക്കാൻ ഒരു ശബ്ദമാകുന്നേ? ഇനി നമുക്ക് മൂന്നാമത്തെ ഷോൺ ജോർജിന്റെ വാക്കുകൾ ഒന്ന് നോക്കാവേ. മാസപ്പടി കേസ്, പിണറായി വിജയനും മകളും കുടുംബം അറസ്റ്റിലാകും, ജയിലിൽ പോകും എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. ഇപ്പൊ ഇത്രയും നമ്മൾ കേട്ടതെല്ലാം വിവിധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഇനി എന്താണ് ഈ മാസപ്പടി കേസ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ യാതൊരു സേവനവും കൊടുക്കാതെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് ഒരു മാസപ്പടി കൈപ്പറ്റിയിരുന്നു. ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമാകുന്നു. ഇടയ്ക്ക് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് ഈ കേസ് പൊന്തി വന്നതായിരുന്നു. പക്ഷെ അത് അപ്പൊ തന്നെ മുളയിലെ നുള്ളി. അന്ന് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കോടതിയിൽ സമീപിച്ചിരുന്നു കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന്. അന്ന് ആ കേസിന് അനുമതി നൽകിയില്ല. എന്നാൽ ഇന്ന്, അതായത് ഇന്നലെയാണെന്ന് തോന്നുന്നു, ഏകദേശം അതിനൊരു അനുമതി ലഭിച്ചിട്ടുണ്ട്. തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. CMRന്റെ ഹർജി, അതായത് ഈ അന്വേഷണം മുന്നോട്ട് പോകരുതെന്ന ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹർജിനെ തള്ളിക്കൊണ്ടാണ് ഈ കേസ് പുനരന്വേഷിക്കണം എന്ന അനുമതി കൊടുത്തത്. ഇത് വല്ലാത്തൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. മാസപ്പടി കേസ് എന്ന് പറയുമ്പോൾ അതിൽ ആടി ഉലയാൻ പോകുന്നത് വീണ വിജയൻ മാത്രമല്ല, വീണ വിജയന്റെ ഭർത്താവായ മുഹമ്മദ് റിയാസും കൂടി, അല്ലെങ്കിൽ റിയാസിന്റെ അദൃശ്യ കരങ്ങൾ ഇതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഒരു സുപ്രഭാതത്തിൽ 12 കേന്ദ്രങ്ങളായിട്ട് പിണറായി വിജയന്റെ കണ്ണൂരിലെയും മറ്റ് വീടുകളിലായിട്ട് ഒരേ സമയം റെയ്ഡ് നടക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, അതായത് ED വന്ന് അവതരിച്ചു. വെള്ളം കുടിക്കാൻ പോവുകയുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ എത്ര കോടി രൂപയാണ്, 1.72 കോടി രൂപയാണ് മാസപ്പടി എന്ന പേരിൽ അടിച്ചു മാറ്റിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാസപ്പടി ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. വീണ വിജയൻ പറയുന്നു, ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെയാണ് വീണ വിജയന്റെ ഒരു തരത്തിലുള്ള വാദം. എന്നാൽ ഈ ഒരു പൈസ മറ്റ് രാഷ്ട്രീയക്കാർക്കും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർക്കും കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരമാണ് ED മുന്നോട്ട് പോകുന്നതും അന്വേഷിക്കുന്നതും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ മാത്രമല്ല ചോദ്യം, ശരണസ് കർത്ത എന്നൊരാളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ശരണസ് കർത്ത ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് പറഞ്ഞു തരാം. CMRL ഡയറക്ടർ ബോർഡ് അംഗമാണ് ഈ ശരൺ എസ് കർത്ത. പിണറായി വിജയന്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെ വീട്ടിലും ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുകയാണ്. മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ED റെയ്ഡ് ആരംഭിച്ചത്. മാസപ്പടി എക്സാലോജിക് ഇടപാടിൽ, അതായത് വീണ വിജയന്റെ കമ്പനിയുടെ പേരാണ് എക്സാലോജിക് എന്ന് പറയുന്നത്, സാമ്പത്തിക ഇടപാടുകൾ രേഖ തേടിയാണ് ED പരിശോധന നടക്കുന്നത്. കേസിൽ വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ, സ്രോതസ്സുകൾ, അതായത് കമ്പനിയുടെ വിവരങ്ങൾ, പിണറായി വിജയന്റെ വിവരങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ച് വരികയാണ്. അതിന്റെ ഒപ്പം തന്നെ മുഹമ്മദ് റിയാസിന്റെ ഇതിലേക്കുള്ള ഒരു ബന്ധം, അതായത് ഇതിന്റെ അദൃശ്യ കരങ്ങൾ ഉണ്ടോ, അതോ മുഹമ്മദ് റിയാസിന് ഈ ഒരു മാസപ്പടി കേസിൽ എന്തെങ്കിലും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 ജനുവരിയിലെ ആദായ നികുതി വകുപ്പ് CMRL നടത്തിയ റെയ്ഡിൽ ചെലവുകൾ പെരുപ്പിച്ച് കാട്ടി 132.82 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇതാണ് ഈ കേസിന്റെ ആദ്യത്തെ തുടക്കം. ഇതിൽ 1.72 കോടി രൂപ വീണ വിജയന്റെ കമ്പനിക്ക് നൽകി എന്നായിരുന്നു ആരോപണം. ആരോപണം എന്നാണ് പറയുന്നത്. ഇനി ഇത് ആർക്ക് കൊടുത്തു എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം ആരംഭിച്ചിരുന്നത്. കമ്പനിയുടെ ചെലവ് പെരുപ്പിച്ച് കാണിച്ച് രാഷ്ട്രീയക്കാർക്കും മറ്റുന്നത ഉദ്യോഗസ്ഥർക്കും, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ ഒരു പൈസ, അതായത് 1.72 കോടി രൂപ രാഷ്ട്രീയക്കാർക്കും മറ്റുയർന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കും കൈപ്പറ്റി അല്ലെങ്കിൽ അവർക്ക് കൊടുത്തു എന്നാണ് ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്.
ഇതിന്റെ ഉറവിടം തേടിയാണ് ED അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഒരു ചെറിയൊരു EDയുടെ അന്വേഷണത്തെ ഇത്രമാത്രം KK രാഗേഷും P ജയരാജനും പേടിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ വീണ വിജയൻ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. വീണ വിജയൻ കാരണം മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ വല്ലാതെ വെള്ളം കുടിക്കുമെന്ന സാരം. കാരണം സ്വന്തം മകളെ ഏതറ്റം വരെയും രക്ഷിക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിരുന്നു. കൊറോണ സമയത്തെല്ലാം ഈ ഒരു മാസപ്പടി കേസ് അവിടെ ഇവിടെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അത് എങ്ങും എത്താതെ അധികാരത്തിന്റെ ദുർവിനിയോഗം കൊണ്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഭരണം മാറി കഴിഞ്ഞുകൊണ്ടാണോ നമുക്ക് അറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ മാസപ്പടി കേസ് നല്ലോണം ഉയർന്നു വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ തന്നെ ED റെയ്ഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് കൊണ്ട് നമുക്കറിയാൻ പറ്റും. കാരണം 132 കോടി രൂപ എവിടെ പോയി? അതിൽ നിന്നും 1.72 കോടി രൂപ ഏതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഏതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമാണ് കൊടുത്തതെന്ന് വീണ വിജയൻ പറയേണ്ടി വരും. ഇനി വീണ വിജയൻ മാത്രമാണോ ഇതിൽ പ്രതിയെന്ന് നമുക്കറിയില്ല. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന CPM നേതാക്കളെല്ലാം ഇത് ഈ ഒരു മാസപ്പടിയുടെ പങ്ക് കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് കണ്ട് തന്നെ അറിയണം. എവിടേക്കാണ് ഈ കേരളം പോകുന്നത്? കാരണം കേരളം 10 വർഷം കേരളത്തിൽ തുടർഭരണം നടത്തി കഴിഞ്ഞപ്പോൾ കേരളത്തെ ഭരിച്ചു മുടിച്ചിട്ടാണ് പോയതെന്ന് ഒരു വർത്തമാനമുണ്ട്, ഒരു കിംവദന്തിയുണ്ട്. ആ കിംവദന്തി സത്യമാകുകയാണോ? അധികാര ദുർവിനിയോഗം നടത്തി സ്വന്തം മകളുടെ പേരിലുള്ള കേസ് പോലും അട്ടിമറിക്കാനാണോ ഇവർ ശ്രമിച്ചിരുന്നതെന്ന് ഇന്ന് വൈകാതെ നമ്മൾ അറിയും. കേരളക്കര മൊത്തം അറിയും. പിണറായി വിജയന്റെ ധാർഷ്ട്യമെല്ലാം കൊഴിഞ്ഞു പോകുമോ? അതോ കൊഴിഞ്ഞുപോയ പഴയ സിംഹത്തിന്റെ അവസ്ഥയാകുമോ ഇനി പിണറായി വിജയൻ എന്ന് കണ്ടു തന്നെ അറിയണം. മക്കൾ നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛന്മാർ ഒരുപാട് ക്രൂശിക്കപ്പെട്ടേക്കാം. ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ഇനി വീണ വിജയൻ മാത്രമാണോ മാസപ്പടി കേസിൽ പ്രതി? അതോ ഇനി വീണ വിജയന്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിനും ഇതിന്റെ അദൃശ്യകരങ്ങളുണ്ടോ? വീണ വിജയന്റെ അച്ഛനായ പിണറായി വിജയനും ഇതിൽ പങ്കാളിയാണോ? അതോ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണോ അദ്ദേഹം ശ്രമിച്ചതെന്ന് കണ്ടു തന്നെ അറിയണം. കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്കും, അതായത് ഏതൊക്കെ പാർട്ടി നേതാക്കൾ ഉണ്ടെന്ന് തന്നെ കണ്ടറിയണം. കണക്കാക്കാനും മുക്കാനും ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ കോൺഗ്രസ് CPM എന്നുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെ പാർട്ടിയിൽ നിന്നും ഏതൊക്കെ നേതാക്കന്മാരാണ് എക്സാലോജിക്കിൽ നിന്നും പങ്ക്, അതായത് മാസപ്പടി കേസിന്റെ പ്രതി ആരൊക്കെയാണെന്ന് നമുക്ക് വൈകാതെ തന്നെ കണ്ടു തന്നെ അറിയാം.